ഹല്ലേലൂയ പറയാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ഹാളിൽ ഇപ്പം നടക്കുന്നതാണ്. അത് അനുഭവിച്ചറിയുവാൻ ഈ അടിയന് സാധിക്കും. ഹല്ലേലൂയ. ഈ സാക്ഷ്യം പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ സാക്ഷ്യം അത്ര വലിയ സാക്ഷ്യമായിട്ടാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഡയാലിസിസ് ചെയ്യാൻ കടന്നുപോയി. ഡയാലിസിസ് ചെയ്തു, യാതൊരു കുഴപ്പവുമില്ല. വളരെ മിടുക്കനായിട്ട് ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. ലിഫ്റ്റിലോട്ട് കയറാൻ പോയപ്പം കറണ്ട് പോയി. ഞാൻ താമസിക്കുന്ന 6ാം നിലയില. 10 മിനിറ്റ് 15 മിനിറ്റ് കറണ്ട് വരുന്നില്ല. എന്തോ എടുക്കും, അവിടെ കിടക്കാനൊക്കത്തില്ല. എനിക്ക് നടക്കാനും വയ്യ, കയറാനും വയ്യ. അവിടെ ഇരുന്നു കിടന്നു എഴഞ്ഞു. ഒരു തരത്തിൽ ഞാൻ ഒരു 20-25 മിനിറ്റ് കൊണ്ട് മേടിച്ചു. ഇത്രയും സമയം കൊണ്ട് ശരീരത്തിലെ സകല വെള്ളവും ഹല്ലേലൂയ ലങ്സിൽ സ്റ്റോക്കായി. വെള്ളം എടുത്തിട്ട് വന്നതേ ഉള്ളൂ, വെള്ളം കുടിച്ചിട്ടില്ല. ബാക്കിയുള്ള വെള്ളം ഈ ലങ്സിൽ നിറയുവാനായിട്ടിടയായിത്തീർന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് AC ഇല്ല, ഒന്നുമില്ല. ആകെ ഒരു വലിയ വെപ്രാളമായി. ഇറങ്ങി ഓടാനും ഒക്കത്തില്ല. തിരിച്ചിറങ്ങണമെങ്കിൽ അതിനെക്കാട്ടി പ്രയാസമായിരുന്നു. അവിടെ ഒരു തരത്തിൽ കിടന്നു. കറണ്ട് വന്നു, ആശ്വാസമായി. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8-8:30 ആയപ്പോൾ, രാത്രി 8:30 ആയപ്പോൾ വീണ്ടും കറണ്ട് പോയി. ശത്രു നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഹല്ലേലൂയ, അവൻ പ്രബലനാണ്. ഹല്ലേലൂയ. കറണ്ട് പോയി കഴിഞ്ഞ് ഹല്ലേലൂയ എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ ഹല്ലേലൂയ എനിക്ക് ശ്വാസം കിട്ടാതായി. ഞാൻ കടന്ന് പിടയ്ക്കാൻ തുടങ്ങി, നീല നിറമാകാൻ തുടങ്ങി. ആകെ വലിയ വെപ്രാളമായി. ഹല്ലേലൂയ. അവിടുന്ന് പെട്ടെന്ന് ഹല്ലേലൂയ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ഇറങ്ങി ഓടി. ഹല്ലേലൂയ താഴെ ചെന്ന് ഇവിടെ ഓടിച്ചെന്ന് റിഷ വിളിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ റിഷയെ കയറി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഈ ശരീരം മൊത്തം വെള്ളമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാത്രി 9:30 ആയപ്പോൾ 3.5 ലിറ്റർ വെള്ളം എടുപ്പാനിടയായി തീർന്നു. അതൊരു ചെറിയ ആശ്വാസമായി. വീട്ടിൽ പോയി പിറ്റേ ദിവസം അവർ പറഞ്ഞു വീണ്ടും എക്സ്റേ എടുത്ത്. രാത്രി തന്നെ എക്സ്റേ എടുത്തപ്പോൾ പിന്നെയും നിറച്ച് വെള്ളമാണ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. അവിടെ ചെന്നു. ശ്വാസം കിട്ടത്തില്ല, എത്ര വലിച്ചാലും കിട്ടത്തില്ല, ലങ്സ് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. വീണ്ടും അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളം എടുത്തു. അത് കഴിഞ്ഞാണ് എനിക്കൊരു ആശ്വാസമായത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 4 ഡയാലിസിസ് ചെയ്തു. അങ്ങനെ ചെയ്തു. അതും കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇന്ന് എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് വളരെ ആഗ്രഹം. എന്നാൽ ശത്രു പറയുന്നു നീ ഒന്ന് ഭൂതമൊക്കെ കാണട്ടെ എന്ന് പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ കൈ രാത്രി തളർത്തി കളഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് കൈ പൊക്കാൻ വയ്യ. ഇപ്പൊ ഇതുവരെയും പൊക്കാം, ഇപ്പൊ കുറച്ചുകൂടായി. ഹല്ലേലൂയ. ദൈവം വലിയവനാ. ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, അവന്റെ ആലോചനയ്ക്ക് നമ്മൾ ചെവി കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഡയാലിസിസ് കഴിഞ്ഞിട്ടല്ല സംഭവം. വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഫോൺ വന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു കസിൻ ഹല്ലേലൂയ ഇവിടെ തമീല റോഡ് മൊത്തം താമസിക്കുന്നുണ്ട്. പിള്ളേരെയൊക്കെ ആയിട്ട് വയസ്സന്മാരെല്ലാം കൂടെ പിള്ളേരെയുമായിട്ട് ഒരു റിസോർട്ടിൽ പോയതാ. റിസോർട്ടിൽ പോയി കളിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഹല്ലേലൂയ അവിടെ തന്നെ വെള്ളത്തിൽ ചാഞ്ഞ് അവിടെ നിന്ന് മരിപ്പാനായിട്ടിടയായി തീർന്നു. എപ്പോഴും എന്നെ വിളിച്ചു പറയും ഹല്ലേലൂയ സുരേഷെ നീ സൂക്ഷിക്കണം, സുരേഷെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കുക. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ആരെയാണ് ആദ്യം വിളിക്കുന്നത് നമുക്കറിയാനൊക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്ന സമയങ്ങൾ ഹല്ലേലൂയ
ദുഷ്ടന് വേണ്ടി ചെലവാക്കാതെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ അവൻ ഗിലെയാദിലെ വൈദ്യനാണ്. ഹല്ലേലൂയ നമുക്ക് വേണ്ടി സൗഖ്യം നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ നമ്മൾ നമ്മുടെ രോഗത്തെ, നമ്മുടെ പ്രയാസത്തെ, നമ്മുടെ ഇല്ലായ്മയെ ഒക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ വലുതായി കാണിച്ച് നമ്മൾ തന്നെ രോഗിയായി തീരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ട് ഇടയായി തീരണം. ജോയൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ചതുപോലെ ഹല്ലേലൂയ വിളി കേട്ടത് ഹല്ലേലൂയ ശബ്ദം കേട്ടത് മോശയാണ്. മോശ മാത്രമേ ശബ്ദം കേട്ടുള്ളൂ. മോശയുടെ പുറകിൽ അനേകർ ഇറങ്ങിത്തിരിച്ചു. അവർ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഹല്ലേലൂയ അവർ ഹല്ലേലൂയ മോശയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ശബ്ദം കേട്ടവൻ അവൻ ഹല്ലേലൂയ അവന് കിട്ടിയ വടിയുമായിട്ട് അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ നമ്മൾ ശബ്ദം കേൾക്കണം, നമ്മൾ അഭിഷേകം പ്രാപിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്നാൽ നീ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഹല്ലേലൂയ അത് ഹല്ലേലൂയ നിന്നെ കർത്താവ് ബാധിക്കാൻ ഇടയായി തരത്തില്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താ? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും. ഹല്ലേലൂയ നമ്മൾ ഇത്രയും വലിയ സെക്യൂരിറ്റി നമുക്ക് തന്നിട്ട് നമ്മൾ എന്തിനാ തളർന്നു പോകുന്നത്? ഹല്ലേലൂയ ഞാൻ കിടന്ന് ചിന്തിപ്പാനിടയായി തോന്നുന്നു. ഹല്ലേലൂയ നമ്മുടെ ദൈവദാസൻ പോലും ഇവിടെ ഇല്ല. എൻ്റെ ശ്വാസം ഇവിടെ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നല്ല ശവസംസ്കാരം പോലും എനിക്ക് കിട്ടുവാനിടയായി തീരത്തില്ല. ഞാൻ അതുവരെ ചിന്തിപ്പാനിടയായി തീർന്നു. കർത്താവ് എത്ര മിടുക്കനാണെങ്കിലും ശ്വാസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞവന്റെ അവസ്ഥ. ഹല്ലേലൂയ നമ്മൾ ശബ്ദം കേട്ടവരാ, നമ്മൾ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവരാ. ഹല്ലേലൂയ നമ്മൾ ആ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അന്ത്യം വരെയും നമ്മളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോയൽ മോൻ ഹല്ലേലൂയ ഇനിയുള്ള ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ അവസാനം എനിക്ക് എൻ്റെ കൈക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ യോഗം നിർത്തുവാനായിട്ട് ഇടയായി.